ടിബറ്റ് ഇന്ന് ചൈനയിലാണ്. ടിബറ്റ് കാണണം എന്നാഗ്രഹമുള്ള നിരവധി ആളുകളുണ്ട്. ടിബറ്റ് അനുഭവിക്കണമെങ്കിൽ ഇന്ത്യയിൽ തന്നെ അതിനുള്ള അവസരമുണ്ട്. നിങ്ങൾ ലഡാക്കിലേക്ക് ചെന്നാൽ മതി, ലേയിലേക്ക് ചെന്നാൽ മതി. ലേയും പരിസരങ്ങളും ഒക്കെ ഒരു ടിബറ്റൻ സംസ്കാരത്തിലാണ്. ഇത് ഇന്ത്യയിൽ തന്നെയാണോ നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും ആ പ്രദേശമാകെ. ഹിമാലയത്തിൻ്റെ മുകളിൽ 4500-5000 മീറ്റർ ഉയരത്തിൽ മരുഭൂമി പോലെ കിടക്കുന്ന പ്രദേശങ്ങൾ, മഞ്ഞിൻ്റെ മലനിരകൾ, തടാകങ്ങൾ, സിന്ധു നദി ഒഴുകുന്ന ഒരു വശത്തൂടെ, വ്യത്യസ്തങ്ങളായ ജനങ്ങൾ, അവരുടെ ജീവിത രീതികൾ, സംസ്കാരങ്ങൾ, ബുദ്ധവിഹാരങ്ങൾ, മൊണാസ്ട്രികൾ, എന്തെന്ത് കാഴ്ചകളാണെന്നറിയോ. ഇത് ഇന്ത്യയിലാണെന്ന് നമുക്ക് വിശ്വാസം വരാത്ത തരത്തിലുള്ള അത്ഭുതങ്ങളാണ് അവിടെ. ലേയിലൂടെ, ലഡാക്കിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെയുള്ള കാഴ്ചകളാണ് സിറ്റി ടൂറിൽ ഈ എപ്പിസോഡിൽ. ഒരു കാലത്ത് ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ചെറുനഗരം ലേ. ദുർഘടമായ പാതകളും കഠിനമായ കാലാവസ്ഥയും കാരണം പണ്ട് ഇവിടേക്കുള്ള സഞ്ചാരം അതീവ ദുഷ്കരമായിരുന്നു. അന്ന് ഇന്നാട്ടിലെ ജനങ്ങളും കച്ചവടക്കാരും സൈനികരുമല്ലാതെ മറ്റാരും ലേയിലേക്ക് കടന്നെത്തിയിരുന്നില്ല. എന്നാൽ ഇന്നത് പഴങ്കഥ മാത്രമാണ്. മികച്ച റോഡുകൾ, വാർത്താവിനിമയ സംവിധാനങ്ങൾ, താമസ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ലേ നഗരത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് രൂപവും ഭാവവും മാറുന്നതാണ് ലേയുടെ ഭൂപ്രകൃതി. പ്രകൃതി സ്നേഹികൾക്ക് എത്ര കണ്ടാലും മതിവരാത്ത ഒരു ദൃശ്യവിരുന്നാണിത്. സീസൺ കാലത്ത് സഞ്ചാരികളുടെ ഒഴുക്കാണ് ഇവിടേക്ക്. പാതകൾ നന്നായി പരിപാലിക്കുന്നതിനാൽ റോഡ് വഴി സഞ്ചരിക്കാനാണ് കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടുന്നത്. ബൈക്കിൽ ഇവിടേക്ക് റൈഡ് ചെയ്യുന്നത് ഇന്നൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. പ്രകൃതി ഭംഗിയും സാംസ്കാരിക സവിശേഷതകളും കൊണ്ട് ആകർഷകമായ ലേ നഗരത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ സിറ്റി ടൂർ. ഈ സിറ്റി ടൂറിലൂടെ നാം സഞ്ചരിക്കുന്നത് ലേ നഗരത്തിലെ പ്രധാനപ്പെട്ടതും വേറിട്ടതുമായ 10 ഡെസ്റ്റിനേഷനുകളിലൂടെയാണ്. സിന്ധു നദിയാണ് ആദ്യം. അവിടെ നിന്നും ശാന്തി സ്തൂപയിലേക്ക്, തുടർന്ന് സെമോ ഫോർട്ട്, അടുത്തത് ലേ പാലസിലേക്ക്, പിന്നെ തിക്സെ മൊണാസ്ട്രി, അവിടെ നിന്നും ഗുരുദ്വാര ശ്രീപത്തർ സാഹിബിൽ, തുടർന്ന് ഷേ മൊണാസ്ട്രി, അടുത്തത് ഹോൾ ഓഫ് ഫെയിം മ്യൂസിയം, പിന്നെ ലേ സിറ്റി മാർക്കറ്റിലേക്ക്, അവസാനമായി ദിസ്കിറ്റ് മൊണാസ്ട്രി. ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് പറയും പോലെ ലേ നഗരത്തെ സിന്ധുവിന്റെ ദാനം എന്ന് വിശേഷിപ്പിക്കാം. അതിനാൽ സിന്ധു നദിയുടെ കാഴ്ചകളിൽ നിന്ന് തന്നെയാവാം ഈ സിറ്റി ടൂറിന്റെ തുടക്കം. തണുത്ത മരുഭൂമിയായ ലഡാക്കിലെ കഠിനമായ ശൈത്യവും വരണ്ടുണങ്ങിയ മണ്ണും ജീവന്റെ നിലനിൽപ്പിന് ഒട്ടും അനുയോജ്യമല്ല. സിന്ധുവും ഇതിലേക്ക് വന്നു ചേരുന്ന പോഷക നദികളുമാണ് ലേ ഉൾപ്പെടുന്ന ഹിമാലയൻ മേഖലയിൽ ജനജീവിതം സാധ്യമാക്കിയത്. സിന്ധുവിന്റെ കരയിൽ നിൽക്കുമ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യം എന്ന പോലെ തന്നെ സാംസ്കാരിക പ്രാധാന്യവും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഹാരപ്പ ഉൾപ്പെടെ എത്രയോ മഹത്തായ നാഗരികതകൾക്ക് അടിത്തറ പാകിയ പ്രവാഹമാണിതെന്ന് നാം ചിന്തിച്ചു പോകും. ലേയിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് പലപ്പോഴും ഈ നദിയുടെ കരയിലൂടെയായിരിക്കും നാം സഞ്ചരിക്കുക.
യാത്രയിൽ നദിയും പർവ്വത നിരകളും ഉൾപ്പെടുന്ന വ്യത്യസ്ത ദൃശ്യങ്ങൾ മിന്നി മറഞ്ഞു പോകും. നിങ്ങളൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ എത്ര പകർത്തിയാലും മതിയാവില്ല ഈ ഫ്രെയിമുകൾ. ഹട്ടുകളിൽ താമസിക്കുന്നത് സിന്ധുവിന്റെ തീരത്തുള്ള രസകരമായ ആക്ടിവിറ്റിയാണ്. കുത്തിയൊലിക്കുന്ന നദീഭാഗങ്ങളിൽ നടത്തുന്ന റിവർ റാഫ്റ്റിംഗ് ലഡാക്കിൽ നിങ്ങളെ കോരിത്തരിപ്പിക്കുന്ന അഡ്വഞ്ചർ വിനോദങ്ങളിൽ ഒന്നാണ്. ഇനി നമുക്ക് ലേ നഗരത്തിന്റെ പനോരമിക് കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ചാൻസ്ബ കുന്നിലെ ശാന്തി സ്തൂപ. ലേ നഗരത്തിൽ നിന്നും 5 കിലോമീറ്റർ യാത്ര ചെയ്താൽ ശാന്തി സ്തൂപത്തിനരികിലെത്താം. ബുദ്ധമതത്തിന്റെ മൗലിക തത്വങ്ങളിലൊന്നായ സമാധാനം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ശാന്തി സ്തൂപ പണി കഴിപ്പിച്ചത്. വെളുത്ത നിറത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള സ്തൂപത്തിന്റെ ശൈലി ലഡാക്കിലെ മറ്റു സ്തൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. കൊത്തുപണികളും ബുദ്ധന്റെ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന ശില്പങ്ങളുമെല്ലാം സ്തൂപത്തെ മനോഹരമായ കാഴ്ചയാക്കി മാറ്റുന്നുണ്ട്. ചാൻസ്ബ കുന്നിൽ നിൽക്കുമ്പോൾ ദൃശ്യമാവുന്ന സൺറൈസ് സൺസെറ്റ് കാഴ്ചകളാണ് ഏറ്റവും മനോഹരം. അതിനാൽ പ്രഭാതത്തിലോ സായാഹ്നത്തിലോ സന്ദർശിക്കുന്നതാവും ഏറ്റവും ഉത്തമം. വാഹനങ്ങൾ വരുന്ന ടാറിട്ട വഴിക്ക് പുറമെ നടക്കാൻ ആഗ്രഹമുള്ളവർക്ക് പടിക്കെട്ടുകളോടുകൂടിയ നടപ്പാതയും നിർമ്മിച്ചിട്ടുണ്ട്. പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു കോട്ടയാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം, സെമോ ഫോർട്ട്. ലേ കേന്ദ്രീകരിച്ച് ലഡാക്ക് രാജ്യം രൂപീകരിച്ച ഘട്ടത്തിലാണ് സുരക്ഷ ഉറപ്പാക്കാനായി നഗരത്തോട് ചേർന്നുള്ള കുന്നിൻ മുകളിൽ സെമോ കോട്ട പണി കഴിപ്പിച്ചത്. കുന്നിന്റെ അറ്റത്തുള്ള മുനമ്പിൽ കൊട്ടാരവും കാണാം. 2010 മേഘവിസ്ഫോടനത്തിൽ ചില കേടുപാടുകൾ വന്നതൊഴിച്ചാൽ നൂറ്റാണ്ടുകൾക്കിപ്പുറവും സെമോ ഫോർട്ടിന് കാര്യമായ തകരാറുകളില്ല. ഒരു ബുദ്ധക്ഷേത്രവും ആശ്രമവും സൈന്യം തമ്പടിച്ചിരുന്ന ഭാഗങ്ങളും ഈ സമുച്ചയത്തിലുണ്ട്. ടിബറ്റൻ ശൈലിയിലാണ് ഇതിന്റെ ഡിസൈൻ. ചുവന്ന നിറം പൂശിയിട്ടുള്ള ക്ഷേത്രം മലഞ്ചരിവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. 13 മീറ്റർ ഉയരമുള്ള മൈത്രേയ ബുദ്ധപ്രതിമയാണ് ക്ഷേത്രത്തിലെ പ്രധാന കാഴ്ച. ക്ഷേത്രം പിന്നിട്ട് മുകളിലേക്ക് കയറുമ്പോൾ മൊണാസ്ട്രിയും മട്ടുപ്പാവും നമുക്ക് കാണാനാവും. സന്യാസിമാരുടെ നേതൃത്വത്തിൽ രാവിലെയും വൈകിട്ടും ഇവിടെ ആരാധനയും നടക്കുന്നുണ്ട്. താഴ്വരയും മഞ്ഞു പുതപ്പണിഞ്ഞ കൊടുമുടികളും ഉൾപ്പെടുന്ന പനോരമിക് കാഴ്ചകൾ കോട്ടയുടെയും പ്രധാന ആകർഷണമാണ്. സൂര്യോദയ സൂര്യാസ്തമയ കാഴ്ചകളാണ് ഇതിൽ ഏറ്റവും മനോഹരമെന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. റോഡ് വഴിയും അല്പം സാഹസികത ആഗ്രഹിക്കുന്നെങ്കിൽ ചരിവിലൂടെയുള്ള നടപ്പാതയിലൂടെയും നമുക്ക് കോട്ടയിൽ എത്താനാകും. ലേ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകമാണ് ഇനി നാം സന്ദർശിക്കുന്നത്, ലേ പാലസ്. 16-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് 17-ാം നൂറ്റാണ്ടിൽ പണി പൂർത്തിയായ 9 നില മന്ദിരം. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതി ഇതായിരുന്നെന്ന് പറഞ്ഞാൽ അല്പം അവിശ്വസനീയമായി തോന്നുമായിരിക്കും അല്ലേ? എന്നാൽ യാഥാർത്ഥ്യം അതാണ്. അത്ഭുതമുണർത്തുന്ന നിർമ്മാണ രീതി തന്നെയാണ് ലേ പാലസിന്റെ പ്രധാന ആകർഷണം. മലയുടെ ആകൃതിക്കനുസരിച്ച് മുകളിലേക്ക് കെട്ടിക്കയറിയിരിക്കുന്നു. അങ്ങനെ 9 നിലകൾ. ഏറ്റവും താഴെയുള്ള നിലകളിലായിരുന്നു പരിചാരകരുടെ വാസവും നിലവറയും.
മധ്യത്തിലെ നിലകളിൽ ഭരണവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ. ഏറ്റവും മുകളിൽ രാജകുടുംബത്തിന്റെ സ്വകാര്യ മുറികളും. വളരെ ഇടുങ്ങിയ ഇടനാഴികളും ഉയരമില്ലാത്ത വാതിലും ചെറിയ മുറികളുമെല്ലാം കണ്ടാൽ ഇതൊരു കൊട്ടാരമാണെന്ന് തോന്നുകയേയില്ല. സുവർണകാലത്ത് ടിബറ്റും കശ്മീർ താഴ്വരയും വരെയുള്ള ഭാഗങ്ങൾ ഭരിച്ചിരുന്നത് ഇവിടെ നിന്നായിരുന്നുവെന്ന് നമ്മൾ ഓർക്കണം. രാജകുടുംബം സമീപത്തെ സ്റ്റോക്ക് പാലസിലേക്ക് താമസം മാറിയ ശേഷം കൊട്ടാരം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. നിലവിൽ കെട്ടിടം നവീകരിച്ച് ഒരു മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ്. കൊട്ടാരത്തിൽ നിന്നും ലഡാക്കിലെ പ്രധാനപ്പെട്ട ബുദ്ധ മൊണാസ്ട്രികളിൽ ഒന്നായ തിക്സയിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. ലേ നഗരത്തിൽ നിന്നും മണാലി റൂട്ടിൽ 19 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താനാകും. ഒരു കുന്നിന്റെ മുകളിലും ചരിവിലുമായാണ് മൊണാസ്ട്രിയുടെ ഭാഗമായ കെട്ടിടങ്ങൾ. ടിബറ്റൻ ആർക്കിടെക്ചറിലുള്ള കെട്ടിടങ്ങൾ നിറഞ്ഞ കുന്നിന്റെ ദൂരക്കാഴ്ച അതീവ ഹൃദ്യമാണ്. മൊണാസ്ട്രിയിലേക്കുള്ള യാത്രയിൽ വാഹനം നിർത്തി അല്പനേരം ഈ ഭംഗി ആസ്വദിച്ചിട്ടേ ആരും മുന്നോട്ടു പോകൂ. ഏറ്റവും മുകളിലെ പാറക്കെട്ടിൽ കാണുന്നതാണ് ക്ഷേത്രങ്ങളും പ്രാർത്ഥനാ ഹാളും മതപാഠശാലയും മറ്റും ഉൾപ്പെടുന്ന പ്രധാന ഭാഗം. മുഖ്യക്ഷേത്രത്തിലെ ശ്രദ്ധേയമായ കാഴ്ച മൈത്രേയ ബുദ്ധന്റെ വലിയ പ്രതിമയാണ്. മറ്റൊരു ക്ഷേത്രത്തിൽ ബുദ്ധന്റെ സ്ത്രീരൂപമായ താരാദേവിയെയും നമുക്ക് കാണാം. 15-ാം നൂറ്റാണ്ടിൽ തടി, മൺകട്ട, ശില എന്നിവ ഉപയോഗിച്ച് പരമ്പരാഗത ശൈലിയിൽ പണി കഴിപ്പിച്ച സമുച്ചയമാണിത്. കുന്നിൻമുകളിൽ നിൽക്കുമ്പോൾ ദൃശ്യമാവുന്ന താഴ്വരയുടെ പനോരമിക് കാഴ്ചകൾ മൊണാസ്ട്രിയുടെ അട്രാക്ഷനാണ്. മഞ്ഞു പുതച്ച കൊടുമുടികളുടെയും സിന്ധു നദി ഒഴുകുന്ന താഴ്വരയുടെയും വിദൂര ദൃശ്യങ്ങൾ നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാം. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഇനിയൊരു ഗുരുദ്വാരയാണ്. ലേയിൽ സിഖ് ജനസംഖ്യ വളരെ കുറവാണെങ്കിലും ഇവിടെ പ്രസിദ്ധമായ ഒരു സിഖ് ആരാധനാലയമുണ്ട്. ഗുരുദ്വാര പത്തർ സാഹിബ്. നഗരത്തിൽ നിന്നും അല്പം മാറി ശ്രീനഗർ ഹൈവേയിലാണ് ഇതിന്റെ സ്ഥാനം. സാധാരണ ഗുരുദ്വാരകളുടെ രൂപമോ ഭംഗിയോ ഒന്നും പത്തർ സാഹിബ് ഗുരുദ്വാരയ്ക്കില്ല. പട്ടാളക്കാരുടെ ഷെൽട്ടർ പോലെ ലളിതമാണ് മന്ദിരം. ഗുരുദ്വാര നിർമ്മിച്ചതും നടത്തിപ്പ് കൈകാര്യം ചെയ്യുന്നതുമെല്ലാം ഇന്ത്യൻ ആർമിയാണ്. സിഖ് ആത്മീയ ആചാര്യൻ ഗുരു നാനാക്ക് 15-ാം നൂറ്റാണ്ടിൽ ഈ വഴി യാത്ര ചെയ്തെന്നും ഗുരുദ്വാര സ്ഥാപിച്ചെന്നും ഒരു ഐതിഹ്യമുണ്ട്. പിന്നീട് വിസ്മൃതിയിലായ ആരാധനാലയം 1970-കളിൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വെളിപാടിലൂടെ കണ്ടെത്തുകയായിരുന്നത്രേ. അന്നൊരു വലിയ കല്ലിളക്കാൻ ആർമി എഞ്ചിനീയർമാർ ശ്രമിച്ചപ്പോൾ സാധിക്കാതെ വന്നു. അന്ന് രാത്രി കല്ലിളക്കാൻ പാടില്ലെന്ന സന്ദേശം ഉദ്യോഗസ്ഥർക്ക് സ്വപ്നത്തിൽ ലഭിച്ചെന്നാണ് വിശ്വാസം. ആ കല്ല് ഇവിടെ ആരാധനയോടെ സംരക്ഷിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാനെത്തുന്നവരെ ഇവിടെ അധികം കാണാനാവില്ല. ഉൾഭാഗത്ത് ഗുരുദ്വാരകളിലെ ചിട്ടവട്ടങ്ങളെല്ലാം പിന്തുടരുന്നുണ്ട്. യുദ്ധവിജയങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടും ജീവൻ നഷ്ടമായ സൈനികരെ ആദരിച്ചുകൊണ്ടും സൈന്യം സ്ഥാപിച്ച ശിലാഫലകങ്ങൾ ഗുരുദ്വാരയിൽ കാണാം.
ലഡാക്കിലെ പ്രധാനപ്പെട്ട മറ്റൊരു സന്യാസി മഠമാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ, ഷേ മൊണാസ്ട്രി. ഒരു കുന്നിന്റെ മുകളിലാണ് ഈ മഠത്തിന്റെയും സ്ഥാനം. 17-ാം നൂറ്റാണ്ടിൽ ലഡാക്ക് രാജാവിനു വേണ്ടി ഒരു സമ്മർ പാലസ് ആണ് ഇവിടെ ആദ്യം പണി കഴിപ്പിച്ചത്. പിന്നീട് മൊണാസ്ട്രി കൂടി കൂട്ടിച്ചേർക്കുകയായിരുന്നു. കുറച്ചുകാലം ലഡാക്കിന്റെ ഭരണം കേന്ദ്രീകരിച്ചിരുന്നതും ഇവിടെയുണ്ടായിരുന്ന കൊട്ടാരത്തിലാണ്. ടിബറ്റൻ ആർക്കിടെക്ചറും ബുദ്ധമത ചടങ്ങുകളും താഴ്വരയുടെ പനോരമിക് കാഴ്ചകളുമാണ് ഷേ മൊണാസ്ട്രിയിലെ അട്രാക്ഷനുകൾ. കാലപ്പഴക്കം കൊണ്ട് തകർന്നുപോയ മൊണാസ്ട്രിയുടെ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ പുനരുദ്ധരിച്ചിട്ടുണ്ട്. പഴമയുടെ സൗന്ദര്യം നഷ്ടമാകാതെ തന്നെ പ്രാർത്ഥനാ ഹാളുകൾ 17-ാം നൂറ്റാണ്ടിലെ അതേ രൂപത്തിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നു. ശാക്യമുനി ബുദ്ധപ്രതിമയാണ് ക്ഷേത്രത്തിലെ പ്രധാന കാഴ്ച. 2 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള പ്രതിമ നിർമ്മിച്ചത് 16-ാം നൂറ്റാണ്ടിലാണ്. ചെമ്പും സ്വർണവും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് ഉൾവശം കൊത്തുപണികളാലും മ്യൂറലുകളാലും സമ്പന്നമാണ്. മഠത്തിൽ നിൽക്കുമ്പോൾ ദൃശ്യമാകുന്ന താഴ്വരയുടെ കാഴ്ചകളും അതിഗംഭീരം. ഇനിയുള്ളത് ഒരു ഡിഫൻസ് മ്യൂസിയമാണ്, ഹാൾ ഓഫ് ഫെയിം. ഹിമാലയത്തിലെ സൈന്യത്തിന്റെ പ്രവർത്തനം പശ്ചാത്തലമാക്കി ഒരുക്കിയിട്ടുള്ള പ്രദർശനം. ഇന്ത്യയിലെ മറ്റേതൊരു പ്രദേശത്തെയും അപേക്ഷിച്ച് കഠിനവും അപകടകരവുമായ സാഹചര്യങ്ങളിലാണ് ലഡാക്കിലെ സൈനികർ ജോലി ചെയ്യുന്നത്. ദുർഘടമായ ഭൂപ്രകൃതിയെയും കാലാവസ്ഥയെയും സൈന്യം എങ്ങനെ മറികടക്കുന്നുവെന്ന് ഈ പ്രദർശനം കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. ഹിമാലയത്തിൽ നടന്ന യുദ്ധങ്ങളെപ്പറ്റി ഇവിടെ വിശദമായി വിവരിക്കുന്നുണ്ട്. സൈനികരായ ഗൈഡുകൾ തന്നെയാണ് ഇതെല്ലാം പങ്കുവെക്കുന്നതും. കാശ്മീരിലെ യുദ്ധങ്ങളിൽ ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചിരുന്നതും ശത്രുക്കളിൽ നിന്നും പിടിച്ചെടുത്തതുമായ ആയുധങ്ങൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ടാങ്കുകൾ ഉൾപ്പെടെയുള്ള സൈനിക വാഹനങ്ങൾ പുറത്തും കാണാം. കാശ്മീരിലെ സൈന്യത്തിന്റെ ചരിത്രം വിഷയമാക്കി വൈകുന്നേരങ്ങളിൽ അവതരിപ്പിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയാണ് പ്രധാനപ്പെട്ട മറ്റൊരനുഭവം. അടുത്തതായി നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ലേ മാർക്കറ്റിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നഗരത്തിന്റെ ഏതാണ്ട് മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ചന്തയാണിത്. പഴവും പച്ചക്കറിയും പലചരക്കും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകളും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനശാലകളും ഇവിടെയുണ്ട്. ഇപ്പോൾ വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക വിഭാഗം മാർക്കറ്റിൽ സജ്ജമാണ്. സുവനീർ ഷോപ്പുകളും ഹാൻഡിക്രാഫ്റ്റ് കടകളും റെസ്റ്റോറന്റുകളുമെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നു. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട പ്രയർ വീലുകൾ, പ്രയർ ഫ്ലാഗുകൾ, പ്രതിമകൾ എന്നിവയ്ക്കെല്ലാം ധാരാളം ആവശ്യക്കാരുണ്ട്. ലേ മാർക്കറ്റിലെ ഒരു വേറിട്ട കാഴ്ചയാണ് ആർമി ഷോപ്പുകൾ. സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പ്രദേശമായതിനാൽ ലേയിൽ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുമുള്ള സൈനികർ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള വസ്തുക്കളാണ് ആർമി ഷോപ്പുകളിൽ വിൽക്കുന്നത്. ലേക്ക് സമീപമുള്ള നുബ്ര വാലിയിലെ ഒരു ബുദ്ധ സന്യാസി മഠമാണ് ഈ സിറ്റി ടൂറിൽ അവസാനത്തേത്, ദിസ്കിറ്റ് മൊണാസ്ട്രി. ഷ്യോക്ക്, നുബ്ര എന്നീ നദികൾ ചേർന്ന് സൃഷ്ടിച്ചിട്ടുള്ള താഴ്വരയാണിത്. ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരിടം.
ഇരുവശത്തും മാനം മുട്ട ഉയരുന്ന പർവ്വതങ്ങൾ, ഇടയിൽ വിശാലമായ നദീസമതലം. അതങ്ങനെ കിലോമീറ്ററുകളോളം നീണ്ടു പോവുകയാണ്. ഈ താഴ്വരയുടെ ഒരു വശത്ത് ഉയർന്നു പോകുന്ന മലയുടെ വരമ്പിലാണ് ദിസ്കിറ്റ് മൊണാസ്ട്രിയുടെ സ്ഥാനം. ചരിവിൽ മഠത്തിന്റെ ഭാഗമായ കെട്ടിടങ്ങൾ നിരയായി നിർമ്മിച്ചിരിക്കുന്നു. ടിബറ്റൻ ആർക്കിടെക്ചറിന്റെ ഭംഗിയും മലഞ്ചരിവിലെ നിർമ്മാണ രീതികളുമൊക്കെ സഞ്ചാരികളിൽ അത്ഭുതമുണർത്തുന്നുണ്ട്. ഇവിടെ മൊണാസ്ട്രിയേക്കാൾ കൂടുതലായി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് എതിർവശത്തുള്ള മറ്റൊരു കുന്നിൽ നിർമ്മിച്ചിട്ടുള്ള മൈത്രേയ ബുദ്ധന്റെ പ്രതിമയാണ്. പർവ്വതനിരയുടെയും താഴ്വരയുടെയും പശ്ചാത്തലത്തിൽ സ്വർണ്ണ നിറമുള്ള പ്രതിമ ഒരു ഗംഭീര കാഴ്ചയായി മാറുന്നുണ്ട്. നുബ്ര താഴ്വരയുടെ സംരക്ഷകൻ എന്ന് വിശ്വാസികൾ കരുതുന്ന പ്രതിമ സമാധാനത്തിന്റെ സന്ദേശം നൽകുന്നുവെന്ന അർത്ഥത്തിൽ പാകിസ്ഥാൻ അതിർത്തിക്ക് അഭിമുഖമായാണ് സ്ഥാപിച്ചിട്ടുള്ളതും. ഹിമാലയൻ ദേശത്തിന്റെ വശ്യ സൗന്ദര്യം ആസ്വദിച്ചും സവിശേഷ സംസ്കാരം കണ്ടറിഞ്ഞും ലഡാക്കിലൂടെ ഒരു ചെറു സഞ്ചാരം നാം പൂർത്തിയാക്കി കഴിഞ്ഞു. കാലാവസ്ഥയും ഭൂപ്രകൃതിയും വെല്ലുവിളി സൃഷ്ടിച്ചപ്പോൾ സിന്ധു നദിയാണ് ഇവിടെ ജനജീവിതത്തിന് അടിത്തറ പാകിയത്. ഒരു കാലത്ത് ഒറ്റപ്പെട്ട് കിടന്നിരുന്ന നഗരത്തിലേക്ക് ഇപ്പോൾ റോഡ് മാർഗവും ആകാശമാർഗവും നിഷ്പ്രയാസം എത്താനാകും. അടിസ്ഥാന സൗകര്യങ്ങളിലുണ്ടായ പുരോഗതി ലേ നഗരത്തെ ഒരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റിയിട്ടുണ്ട്. ടിബറ്റൻ സംസ്കാരത്തിന്റെ ഭാഗമായ ജീവിത രീതികളും കരകൗശല വിദ്യയും ആർക്കിടെക്ചറും എല്ലാം പുറമേ നിന്നുള്ള സഞ്ചാരികൾക്ക് വേറിട്ടൊരു അനുഭവം തന്നെയാണ്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് രൂപവും ഭാവവും മാറുന്ന ഹിമാലയത്തിന്റെ കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരികയുമില്ല. കാലാവസ്ഥ ഏതുമാകട്ടെ, ലേ നഗരത്തിൽ എത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോവുക മറക്കാനാവാത്ത ഓർമ്മകളുമായിട്ടായിരിക്കുമെന്നത് തീർച്ചയാണ്.